Asian Arts Centre Kerala is inaugurating its activities today, the 14th November 2020. Asian Arts Centre envisages to put forward Indian art in a global perspective, with curated exhibitions of artists from diverse cultural and artistic milieu from across the world of present day and the past. It aspires to realize its vision. An exhibition of paintings by 22 artists is being opened today, featuring masters like K.C.S. Panikkar, K.G. Subramaniam, M.V. Devan, C.V. Balan Nair, C.N. Karunagaran, and others, curated by renowned artist, researcher, and former Vice Chairman of Kerala Lalitakala Academy and Kerala Folklore Academy, Sri Suresh Kuthuparambu is curating this exhibition. This unique collection of paintings portray the richness and vividness of Indian art in the modern period. The series of exhibition is named Infinite, Unknown, Indescribable, which comprises of 3 parts. In the introductory part of the series, works by masters are included, which is a very rare and unique collection. I wish the exhibition all success and also invite you all to view this wonderful collection of artworks. Thank you. നമസ്കാരം. നവംബർ 14-ന് കൂത്തുപറമ്പ് ഏഷ്യൻ ആർട്സ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. കേരളത്തിലെ പ്രമുഖരായ ചിത്രകാരന്മാരുടെ രചനകൾ ഈ ഓൺലൈൻ പ്രദർശിപ്പിക്കുന്നു. 1 മാസം നീണ്ട ഈ പ്രദർശനം 3 ഘട്ടങ്ങളായി നടത്തുന്നതാണ്. ആദ്യഘട്ടം മൺമറഞ്ഞ ചിത്രകാരന്മാരുടെ ചിത്രവും തുടർന്ന് 20 പേരുടെ പ്രദർശനവും നടക്കുന്നു. ഗ്രാമപ്രദേശത്ത് ഒരു ഗാലറി എന്ന ഉദ്ദേശമാണ് ഇതിനു പിന്നിൽ എന്ന് സുരേഷ് കുത്തുപറമ്പ് പറയുന്നു. ഈ പ്രസ്ഥാനത്തിന് ഏഷ്യൻ ആർട്ട് സെന്ററിന് എന്റേതായ എല്ലാവിധ ആശംസകളും. ഓൾ മൈ ബെസ്റ്റ് വിഷസ്. ശ്രീ സുരേഷ് കുത്തുപറമ്പ് തൻ്റെ ജന്മനാട്ടിൽ ഒരു ആർട്ട് ഗാലറി ആരംഭിക്കുകയാണ്. ഏഷ്യൻ ആർട്ട് സെൻറ്റർ കേരള എന്ന പേരിൽ. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സാന്നിധ്യം കൂത്തുപറമ്പിൻ്റെ വികസനത്തിന് വഴിയൊരുക്കുമ്പോൾ ആ നഗരത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത സാംസ്കാരിക അനിവാര്യതയാണ് ഈ ഗാലറി കൊണ്ട് സഫലമാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. പത്മവിഭൂഷൺ ഡോക്ടർ K.G. സുബ്രഹ്മണ്യൻ എന്ന അന്താരാഷ്ട്ര പ്രശസ്തനായ ഇന്ത്യൻ ചിത്രകാരൻ്റെ ജന്മനാട്, അതുപോലെ രാമനാട്ടത്തിൽ നിന്നും കലാപരമായ ആഹാര്യ പദ്ധതികളിൽ കൂടി ഇന്ന് കാണുന്ന കഥകളിയെ ചിത്രശില്പസമൃദ്ധമാക്കിയ കോട്ടയത്ത് തമ്പുരാൻ്റെ തട്ടകം, പിന്നെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ചാക്യാർകൂത്തിലെ പറക്കും കൂത്തെന്ന അദ്ഭുത പ്രകടനം കാഴ്ചവെച്ച വേദിക, ഈ സാംസ്കാരിക ചരിത്രഭൂമിയിൽ കൂത്തുപറമ്പിൽ ശ്രീ സുരേഷ് ആരംഭിക്കുന്ന ഏഷ്യൻ ആർട്ട് സെൻറ്ററിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്, എല്ലാ വിജയാശംസകളും നേരുകയാണ്. ഏഷ്യൻ ആർട്ട് സെൻറ്റർ എന്ന ഒരു കലാസ്ഥാപനം കൂത്തുപറമ്പിൽ ആരംഭിക്കുന്നതായി എൻ്റെ പ്രിയ സുഹൃത്തും ചിത്രകാരനുമായ സുരേഷ് കൂത്തുപറമ്പിലെന്ന് ഞാൻ അറിഞ്ഞു. സാംസ്കാരിക രംഗത്തെ പുത്തൻ സന്ദേശങ്ങൾ ഗ്രാമങ്ങളിലും മറ്റു ഉൾപ്രദേശങ്ങളിലും ജീവിക്കുന്ന ജനങ്ങളിൽ എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഈ സ്ഥാപനത്തിൻ്റേത്.
വളരാനും വികസിക്കാനും വെമ്പുന്ന ഇളം തലമുറയിലെ കലാകാരന്മാർക്ക് ഗ്രാമാന്തരീക്ഷത്തിലെ പരിമിതികൾ അതിജീവിക്കാൻ ഏഷ്യൻ ആർട്സ് സെൻറ്റർ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുരേഷ് കുത്തുപറമ്പിനും ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് ഭാരവാഹികൾക്കും എൻ്റെ ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. ജയ് ഹിന്ദ്. കലയുടെ വിജയം എന്ന് പറയുന്നത് കാണിയുടെ ദൃശ്യ സംസ്കാരം തന്നെയാണ്. മലയാളിയുടെ കലാബോധം പലപ്പോഴും രാജാരവിവർമ്മയിൽ തുടങ്ങി വിൻസെൻ്റ് വാൻ ഗോഗിൽ വന്ന് അവസാനിക്കുകയാണ്. ഇതിനിടയിൽ അല്പം പിക്കാസോയും പോൾ ക്ലിയും ഒക്കെ വന്നു ചേരുന്നു. ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ കല ഗ്രാമങ്ങളിലെത്തണം, ജനങ്ങളുടെ ഇടയിലെത്തണം. നമ്മുടെ കേരളത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ണൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുരേഷ് കൂത്തുപറമ്പ് തൻ്റെ 40 വർഷത്തെ പ്രവർത്തന പരിചയം, കലയുടെ അറിവ്, ഇതെല്ലാം കൂടി ഏഷ്യൻ ആർട്സ് സെൻറ്റർ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തന്നെ തുടങ്ങുവാൻ കാരണമായിരിക്കുകയാണ്. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കല കണ്ണൂരിലെ കൂത്തുപറമ്പ് എന്ന ഗ്രാമത്തിൽ കൊണ്ടെത്തിക്കുകയും ആധുനിക കലയെക്കുറിച്ച് അവിടുത്തെ ആളുകൾക്ക് അതുപോലെ തന്നെ അവിടെ സന്ദർശിക്കാൻ വരുന്നവർക്കും അറിവ് പകരുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ആദ്യമായി അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന പേരിൽ ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയവരുമായ അനേകം വിശ്രുത കലാകാരന്മാരുടെ ഒരു കലാപ്രദർശനം അദ്ദേഹം ക്യൂറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യൻ ആർട്സ് സെൻറ്ററിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ കലാ പ്രദർശനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എമ്പാടും തന്നെ കലാരംഗം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് തൻ്റെ ജന്മനാട്ടിൽ ഒരു ആർട്ട് ഗാലറി ആരംഭിക്കാൻ സുരേഷ് കൂത്തുപറമ്പ് തീരുമാനിക്കുന്നത്. കല കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ ധിഷണാപരമായ സംവാദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച സുരേഷിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. KPCCയുടെ കലാസാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ കണ്ണൂർ ജില്ലാ ചെയർമാനും എൻ്റെ ആത്മമിത്രവുമായ ശ്രീ സുരേഷ് കൂത്തുപറമ്പ് തൻ്റെ സ്വന്തം തട്ടകത്തിൽ കൂത്തുപറമ്പിൽ ആരംഭിക്കുന്ന ആർട്ട് ഗാലറിയാണ് ഏഷ്യൻ ആർട്ട് സെൻറ്റർ. ലോകപ്രശസ്തരായ മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ചിത്രകാരന്മാരുടെ ആർട്ട് എക്സിബിഷനോട് കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കമിടുന്നത്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കലാകാരനാണ് ശ്രീ സുരേഷ്. കേരള ലളിതകലാ അക്കാദമിയുടെയും ഫോക്ലോർ അക്കാദമിയുടെയും വൈസ് ചെയർമാനായിരുന്നു സുരേഷ്. ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് 5 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഫോക്ലോറും ചിത്രശില്പ മേഖലയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നൂതന ആശയങ്ങൾ എല്ലാം ശ്രീ സുരേഷ് കൂത്തുപറമ്പിൻ്റേതായിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് അക്കാദമിയിൽ കാണുന്ന മ്യൂസിയം. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ശില്പികളെയും ചിത്രകാരന്മാരെയും ഈ കേരളത്തിന് പരിചയപ്പെടുത്താൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. കർമ്മനിരതനും കഴിവും അറിവുമുള്ള കലാകാരനുമായ ശ്രീ സുരേഷ് കൂത്തുപറമ്പിൻ്റെ ഈ ഉദ്യമത്തിന് സംസ്ഥാന സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് കൂത്തുപറമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വന്തമായൊരു ആർട്ട് ഗാലറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരും ചിന്തിക്കാത്തൊരു കാര്യം. കല വളരേണ്ടത് സ്വന്തം വീട്ടിൽ വെച്ചാണ്. മുമ്പ് കുടുംബത്തിൽ ഹോം ലൈബ്രറി ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ കുട്ടികൾക്കും മറ്റു അംഗങ്ങൾക്കും വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല സൗകര്യമായിരുന്നത്. സുരേഷിൻ്റെ ആർട്ട് ഗാലറി എന്ന സങ്കല്പം ഇതുപോലെ ഹോം ആർട്ട് ഗാലറി ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മുടെ പല വീട്ടുകാർക്കും ഇത് നല്ലൊരു പ്രോത്സാഹനമായി മാറും. പ്രത്യേകിച്ച് കലയിൽ താല്പര്യമുള്ള കുട്ടികൾക്കും വലിയവർക്കും. ഹോം ആർട്ട് ഗാലറി വീട്ടുകാർക്ക് മാത്രമല്ല, സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വന്ന് കാണാനുള്ള ഒരു അവസരമാണ്. അതേപോലെ കലയെക്കുറിച്ച് ചർച്ചകൾ, ക്യാമ്പുകൾ മുതലായവ നടത്തുകയാണെങ്കിൽ അയൽവാസികൾക്കും നാട്ടുകാർക്കും നല്ലൊരു കലാവേദിയായി മാറും. വീടായാൽ മുറ്റത്തൊരു ശില്പം, അകത്തൊരു ചിത്രം നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാലേ ആ വീട് പൂർണ്ണമാവുകയുള്ളൂ.
ഈ ഒരു പ്രസ്ഥാനത്തെ കേരളത്തിൽ തന്നെ നല്ലൊരു തുടക്കമായി വേണം കാണാൻ. ശ്രീ സുരേഷ് കൂത്തുപറമ്പിൻ്റെ ഏഷ്യൻ ആർട്ട് ഗാലറി എന്ന ഈ സംരംഭത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ ഗാലറിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊള്ളുകയും പൊതുജനങ്ങൾക്കായി അത് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ശ്രീ സുരേഷ് കൂത്തുപറമ്പിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ഏഷ്യൻ ആർട്സ് സെന്റർ കേരള എന്ന സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമൻ സാർ, ഈ ഓൺലൈൻ ഷോവിന് എല്ലാവിധ പിന്തുണയും തന്ന് സഹകരിച്ച ശ്രീ മഹേഷ് മംഗലാട്ട്, ഈ കോവിഡ്-19 കലാപ്രവർത്തന രംഗത്ത് സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ ശ്രീ ബോസ് കൃഷ്ണമാചാരി അവർ, ഞങ്ങളുടെ ഗുരുസ്ഥാനീയനായ ശ്രീ മാരാർ സാർ, NKP മുത്തുക്കോയ സാർ, പത്രപ്രവർത്തനം കലാനിരൂപകനായ ശ്രീ സുധാകരൻ അവർ, കലാനിരൂപകനായ ശ്രീ ജോണി ML, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ M പ്രദീപ് കുമാർ, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ശ്രീ ബിനുരാജ്, കലാപീഠം, ശ്രീ കലാധരൻ മാസ്റ്റർ, ശ്രീ ജയേഷ് പാറോളി, ശ്രീ മുരളി നാഗപ്പുഴ, ശ്രീ രാജേന്ദ്രൻ സാർ തുടങ്ങി ഈ പ്രദർശനത്തിന് ചിത്രങ്ങൾ നൽകി സഹകരിച്ച മുഴുവൻ ചിത്രകാരന്മാർക്കും പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.